മാറി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും UDF നേതൃത്വത്തിന് മൊത്തത്തിൽ ഉത്തരവാദിത്തമുണ്ട്. UDFൻ്റെ നേതൃത്വം തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻകൈയെടുത്ത് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, ഒരു തരത്തിലുള്ള തർക്കത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൂടെ അത് കോൺഗ്രസിന് ഈ കാര്യത്തിലൊരു സെറ്റ് പ്രൊസീജിയർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളനുസരിച്ച് പാർട്ടി നിയമസഭാ സാമാജികരുടെ യോഗം വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ട്, അതുപോലെ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളോട് എത്തും. അവരുമായും ആലോചിച്ച്, ബന്ധപ്പെട്ട എല്ലാവരുമായും എല്ലാ വശങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടിയെ നിയമസഭയ്ക്കകത്തും പുറത്തും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏതാണോ ഉചിതമായിട്ടുള്ളത് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഈ തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിലൊരു തർക്കമോ പ്രശ്നമോ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അല്ല, ഞാനതേ പറഞ്ഞേ, ഈ ഇത്തരം ഒരു പരാജയത്തിൻ്റെ പശ്ചാത്തലങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്നൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകുന്നത് ഉചിതമല്ല. അതുകൊണ്ടാണ് പാർട്ടി എക്സിക്യൂട്ടീവ് തന്നെ വിളിച്ചുകൂട്ടി. ആ പാർട്ടി എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് വിളിച്ചുകൂട്ടി അവിടെ തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും വെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിന് ശേഷം പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ സ്വാഭാവികമായി പാർട്ടി പറയും. ഈ LDF വിലയിരുത്തി പറഞ്ഞത് സർക്കാരിനെതിരെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയത് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വിധേയരെ മാറ്റി നിർത്തണമെന്ന് താങ്കളും പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരുന്നു എങ്കിൽ അല്ല, ഞാനിപ്പോൾ അത് പറഞ്ഞേ, ഇതേക്കുറിച്ച് ഈ സമയത്തൊരു അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നത് ഒട്ടും ശരിയല്ല. ഇതെല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് പാർട്ടി ഇതേ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട്. അവർക്കൊരു മാനസിക പ്രയാസമുണ്ട്. അവർ വിഷമം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായി ഇത്തരം സന്ദർഭങ്ങൾ അങ്ങനൊരു വിലയിരുത്തലിന് പറ്റിയ സന്ദർഭമല്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് പാർട്ടി എക്സിക്യൂട്ടീവ്, ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്നു, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തന്നെ ചർച്ച ചെയ്തിട്ടാണ് KPCC യോഗത്തിൻ്റെ തീയതിയും സമയവും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തുറന്ന മനസ്സോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പാർട്ടി ഇതിൻ്റെ ശരിയായൊരു വിലയിരുത്തൽ, സത്യസന്ധമായൊരു വിലയിരുത്തൽ പാർട്ടിയുടേതായി തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞത് എന്താണോ നമ്മുടെ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതിൻ്റെ എല്ലാ വശങ്ങളും, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയമല്ല. അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞത് ഒരു തുറന്ന മനസ്സോടുകൂടി ഇതേക്കുറിച്ചൊരു വിലയിരുത്തൽ അത് ആവശ്യമാണ്. കാരണം ഈ നമ്മുടെ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുക, അതാണ് ഇപ്പോൾ 1967 നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 9 സീറ്റ് മാത്രം കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ അതോടുകൂടി കോൺഗ്രസ് കേരളത്തിൽ തകർന്നുപോയി എന്ന പ്രചാരവേല അന്ന് കോൺഗ്രസ് വിരുദ്ധരൊക്കെ നടത്തിയിരുന്നു. കോൺഗ്രസ് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അപ്പോൾ ഈ തവണ 6 നിലയിലേക്ക് പോയിട്ടില്ല. അതും 9 പേരുടെ പ്രാതിനിധ്യം മാത്രം നിയമസഭയിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരാജയത്തിൽ താൽക്കാലികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, ഒരു തിരിച്ചടിയാണ്, അതൊക്കെ പൂർണ്ണമായി സമ്മതിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ തീരുമാനമാണ്. ജനങ്ങളുടെ തീരുമാനത്തെ, ജനവിധിയെ വിനയത്തോടുകൂടി തന്നെ അംഗീകരിച്ചുകൊണ്ട്, മാനിച്ചുകൊണ്ട് എവിടെയാണ് പോരായ്മകൾ, എന്താണ് പാളിച്ചകൾ, അല്ലെങ്കിൽ ഈ പരാജയത്തിലേക്ക് എത്തുന്നതിന് ഇടയാവരുത്തിയ സാഹചര്യങ്ങൾ എന്ത്, അതൊക്കെ വളരെ വിശദമായി പരിശോധിച്ച്, അതൊരു ബയാസ്ഡ് അല്ല, ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആ രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ തുറന്ന മനസ്സോടുകൂടി വിഷയങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പാർട്ടിയുടെ നിലപാട് ജനങ്ങൾ അറിയിക്കും. പാർട്ടി പ്രവർത്തകർ അറിയേണ്ടതുണ്ട്, ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമായി, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെയും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ വളരെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും.